വെൽക്കം ടു SK's വ്ളോഗ്സ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മധുരം കഴിക്കാൻ തോന്നിയത്. അപ്പോൾ എന്തുണ്ടെന്ന് നോക്കിപ്പോയപ്പോഴാണ് സേമിയ കണ്ടത്. അപ്പോൾ ഉണ്ടാക്കിയാലോ സേമിയ പായസം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദിസ് ഇസ് SK ആൻഡ് യു ആർ വാച്ചിങ് SK's വ്ളോഗ്സ്. സോ സേമിയ പായസത്തിനായിട്ട് ഇതുപോലെ ഒരു പാത്രം നന്നായിട്ട് കഴുകി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാൻ നെയ്യ് ചേർക്കുന്നില്ല, കാരണം ഇവിടെ ആന്ധ്രാപ്രദേശിൽ നെയ്യ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത്. എന്നിട്ട് ആദ്യം കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ വെച്ചിട്ട് വേണം കാഷ്യൂ ഫ്രൈ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ മുന്തിരി ചേർക്കുന്നില്ല, കാരണം എനിക്കിഷ്ടമില്ല. വെറുതെ ഇഷ്ടമില്ലാത്തതൊക്കെ ചേർത്തിട്ട് കഷ്ടപ്പെട്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടമുള്ളത് മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കാഷ്യൂസ് എല്ലാം ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ കാഷ്യൂസ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സേമിയ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് സേമിയയാണ് എടുത്തത്, കാരണം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ 3 പേർക്കും 1 കപ്പ് ധാരാളമാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സേമിയ ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു 8 to 10 മിനിറ്റ്സ് വേണം സേമിയ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വേണം കിട്ടാൻ. അങ്ങനെ സേമിയ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. നേരത്തെ ചൂടാക്കി വെച്ച പാലാണ്. ആദ്യം കുറച്ച് ചേർത്തിട്ട് സേമിയ നന്നായിട്ട് കുക്കായതിനു ശേഷം ബാക്കി ചേർക്കും. ഇങ്ങനെ കുറച്ച് ചേർത്തിട്ടാണ് പോകുന്നത്. സോ സേമിയ നന്നായിട്ട് കുക്കായി വരണം. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സേമിയ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 5 to 6-7 മിനിറ്റ്സ് ശേഷം സേമിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ചേർക്കാം. 1/2 ലിറ്റർ പാലിൽ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് പാല് കാച്ചിയെടുത്തത്. ഇനി എക്സ്ട്രാ ആയിട്ട് ഒരു ക്രീമോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ പഞ്ചസാര അളവിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി മധുരം കൂട്ടി കഴിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് 3/4 കപ്പാണ് എടുത്തത്. അങ്ങനെ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഫൈനലി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും അതുപോലെ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി പായസം റെഡിയായി കഴിഞ്ഞു. ഇതിൽ മറ്റൊരു ക്രീമോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. പിന്നെ കുടിക്കാൻ നേരത്ത് കുറച്ചുകൂടി കുറുകും. അന്നേരം കുറച്ച് പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിച്ചാൽ മതി. ഇപ്പം തന്നെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. അങ്ങനെ നല്ല സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റി സേമിയ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ.